എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ബാലൻ ആകെപ്പാടെ ധർമ്മ സങ്കടത്തിലാണ്. കാരണം ആനന്ദിന്റെ കല്യാണം ഇതുവരെ ശരിയായിട്ടില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? വരുന്ന ഓരോ വിവാഹം മുടങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സങ്കടപ്പെട്ട് ബാലനിരിക്കുന്ന സമയത്ത് ഗോമതി അങ്ങോട്ട് ചെല്ലുകയാണ്. ഗോമതി പറഞ്ഞു, ബാലേട്ടാ, ബാലേട്ടൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണമെന്ന് ചോദിക്കാം. എനിക്കറിയില്ല ഗോമതി എന്ത് ചെയ്യണമെന്ന്. ഒരു പക്ഷെങ്കില് എന്റെ ജാതകദോഷം കൊണ്ടായിരിക്കും ഇതുവരെയും ആനന്ദിന്റെ വിവാഹം നടക്കാത്തതെന്ന് പറയാം. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, ഇങ്ങനെ ഒന്നും പറയല്ലേ ബാലേട്ടാ. അതെ, ഇന്നിപ്പം മീനാക്ഷി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. എന്ത് കാര്യം? അല്ല, ആനന്ദിന്റെ വിവാഹക്കാര്യം. അതെ, മീനാക്ഷിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അവരുടെ മാഡത്തിന്റെ മോളുണ്ട് ആതിര. നല്ല പഠിപ്പൊക്കെ ഉള്ള കുട്ടിയാണത്രേ. അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് കല്യാണമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ആനന്ദിനെ കുറിച്ച് മീനാക്ഷി നേരത്തെ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആലോചന അവർക്ക് കൊള്ളാൻ തോന്നി. അപ്പൊ അവര് മീനാക്ഷിയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ പോയി സംസാരിക്കാൻ പറഞ്ഞേക്കുക. അങ്ങനെയുണ്ടെങ്കിൽ അവര് വീട്ടിൽ ആലോചിച്ചിട്ട് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആലോചന ഒന്ന് നോക്കിയാലോ എന്ന് ചോദിക്കാം. ഇത് കേട്ട ബാലൻ പറഞ്ഞു, എനിക്കറിയില്ല ഗോമതി, ഇനി ഇതും കൂടെ പോയി മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ, ആനന്ദിനോട് ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്നും പറയണ്ട. ദേ, ഇനിയിപ്പൊ അവര് കാണാൻ ചെല്ലാൻ പറഞ്ഞാൽ മതി. പാവം, അല്ലെങ്കിൽ മനസ്സ് വല്ലാതെ വേദനിക്കും. ഇപ്പൊ തന്നെയാണെങ്കിലും കണ്ടില്ലേ അവന്റെ മനസ്സിനകത്ത് ആ പെൺകുട്ടി എത്രമാത്രം ഉണ്ടായിരുന്നുള്ള കാര്യം. ദേ, നമ്മളായിട്ടാ അന്നത്തെ ആ കാലത്ത് അത് നടത്തി വിടുമായിരുന്നെങ്കിൽ ഇന്നിപ്പം ആനന്ദ് നല്ല സന്തോഷത്തോടെ ജീവിച്ചേരം. പാവം അവന് നമ്മൾക്ക് വേണ്ടിയിട്ടല്ലേ ആ ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച്. എന്നിട്ടോ ഇപ്പൊ രണ്ട് അനിയന്മാരും കല്യാണം കഴിച്ചു, അവൻ മാത്രം ഇങ്ങനെ നിൽക്കുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ നെഞ്ചു പൊടിഞ്ഞു പോവാ. അവന്റെ മനസ്സിന്റെ വേദന അവൻ ആരോടും പറയാതെ ഇങ്ങനെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുള്ളെന്ന് പറയാ. കോമതി പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ ബാലേട്ടാ, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറയേണ്ട ആ കാര്യമുണ്ടോ? അല്ലെങ്കിലും നമ്മള് ഓരോന്ന് മനസ്സ് ചിന്തിക്കുന്ന ഒന്നും അല്ലോ, ഭഗവാൻ തന്നെ തീരുമാനിക്കണം. അത് ഓരോരുത്തർക്കും ഓരോരുത്തരെ തന്നെ ഭഗവാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അത് അതുപോലെ തന്നെ നടക്കുള്ളൂ. അല്ലെങ്കിൽ തന്നെ ആരിന്റെ കാര്യം ഒന്ന് ഓർത്തു വെക്ക്. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ച കാര്യമാണോ ആരും മിത്രനെ വിവാഹം കഴിക്കുന്ന? പക്ഷെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, അതൊക്കെ ഒരു ദൈവനിയോഗം എന്നാ പറയണേ. അന്ന് ആ കക്കാലത്ത് വന്ന് കൈ നോക്കിയിട്ട് പറഞ്ഞല്ലേ ഉടനെ ഒരു വിവാഹം ഈ കുടുംബത്തിലുണ്ടാവുന്നത്. അതുപോലെ തന്നെ നടന്നില്ലേന്ന് ചോദിക്കാം. ഇതേ ഗോമതി, നീ ഇനി വെറുതെ അനാവശ്യമായിട്ട് ഓരോന്ന് പറയണ്ട. അതൊക്കെ ഓരോ വരുത്തി വെച്ചേക്കുന്ന കാര്യങ്ങളാ. പിന്നീട് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അല്ല ബാലേട്ട, ഞാൻ ദൈവത്തെ കുറ്റം പറഞ്ഞൊന്നുമല്ല. എന്റെ മനസ്സിലെ ആഗ്രഹം ദേ മിത്രമോൾ ഇങ്ങോട്ട് വരണമെന്ന് തന്നെയായിരുന്നു. എന്റെ ആഗ്രഹം പോലെ നടന്നു. ഒരു പക്ഷേങ്കില് കൃഷ്ണമംഗലമായിട്ട് നമ്മൾ നല്ല അടുപ്പത്തിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ബന്ധം നടക്കില്ലായിരുന്നു ചോദിക്കുക മിത്ര ആര്യനുമായിട്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ബാലേട്ടൻ ചിന്തിക്കേണ്ടെന്ന് പറയാം. പിന്നെ ആനന്ദിന്റെ കാര്യം, അതിന് മിക്കവാറും ഉടനെ തന്നെ ഒരു തീരുമാനമാവുമെന്ന് പറയാം. ഈ സമയത്ത് ആകാശും മീനാക്ഷിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആകാശ് പറഞ്ഞു, എനിക്കെന്തോ ആരിന്റെ മുഖം കണ്ടിട്ടൊരു പന്തിയായിട്ട് തോന്നില്ലെന്ന് പറയാം. എന്താ? അല്ല, മിത്ര ആരും തമ്മില് ഇന്ന് തന്നെയാണെങ്കിലും കോളേജിലേക്ക് പോയെന്ന് പറഞ്ഞാൽ അവള് പോയതാ. പക്ഷെ ആരിനോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഫ്രണ്ടിന്റെ അടുത്ത് പോയെങ്കിൽ സാധാരണഗതിയിൽ അങ്ങനെ പറഞ്ഞിട്ട് പോകണ്ടല്ലേ, അതെന്താ പറയാതെ പോയത്? പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, ചിലപ്പോ അവിടെ ചെന്നപ്പോഴായിരിക്കും അങ്ങനെ പോകാൻ തോന്നിയത്. അങ്കിലൊന്ന് വിളിച്ചു പറയണ്ടേ? അതിന് ഫോണില്ലല്ലോ. ഓ, ഫോണില്ലാത്ത കാര്യമല്ലല്ലോ. അന്നെങ്കിൽ പിന്നെ കൂട്ടുകാരുടെ കൈ ഫോണില്ലേ, അത് വാങ്ങിയിട്ട് അതിന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു പറയാലോ. ഇനിയിപ്പൊ അവർ തമ്മിൽ വല്ല വഴക്കോ ഉടക്കോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് ചോദിക്കും. പിന്നെ അവർ തമ്മിൽ ഒരു വഴക്കോ ഉടക്കോ ഒന്നും ഇല്ലാന്ന് പറയണേ. പിന്നീട് മീനാക്ഷി ഇനിയിപ്പൊ ആ കാര്യത്തിൽ പേടിക്കണ്ട. കാരണം ഫോൺ ആനന്ദേട്ടൻ കൊണ്ടേ കൊടുത്തല്ലോ. ഇനിയിപ്പം എവിടെ പോയാലും മിത്രയ്ക്ക് വിളിച്ചു പറയാലോ എന്ന് പറയാം. അത് ശരിയാന്ന് പറയണേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മീനാക്ഷിയുടെ ഫോണിലേക്ക് കോള് വരുന്നത്. വീണ മാഡത്തിന്റെ കോള് വരുന്നത്. പെട്ടെന്ന് മീനാക്ഷി ചോദിച്ചു, എന്താ മാഡം, എന്താ വിളിച്ചെന്ന് ചോദിക്കുക. അല്ല, മീനാക്ഷി വീട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ? ആതിരയുടെ കാര്യം ചോദിക്കണം. ഞാനിവിടെ അമ്മയോട് ഒന്ന് സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പറയാം. അല്ല, മാഡം വീട്ടിൽ സംസാരിച്ചെന്ന് ചോദിക്കും. സംസാരിച്ചായിരുന്നു. ഇവിടെ എല്ലാവർക്കും സമ്മതമാണ്. അപ്പൊ ആനന്ദിനെയും കൂടെ കൂട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, പെണ്ണിനെ കാണാനായിട്ടെന്ന് പറയാം. പെട്ടെന്ന് മീനാക്ഷി ചോദിച്ചു, അല്ല എപ്പോഴാ വരണ്ടേന്ന് ചോദിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എപ്പോഴാന്ന് വെച്ചാൽ അപ്പം വന്നാൽ മതി, ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വരണം, അത്ര മാത്രമുള്ളെന്ന് പറയാം. എന്നാ ശരി, ഫോൺ വെക്കട്ടെ എന്ന് വെച്ച് ഫോൺ വെക്കുവാണ്. ഇത് കേട്ടതും മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷമായി. മീനാക്ഷി അങ്ങോട്ട് ഓടി വരുവാണ്. ഈ സമയം ബാലനും ഗോമതി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നീട് ഗോമതിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഇപ്പൊ വീണേച്ചി വിളിച്ചോളെന്ന് പറയാം. എന്താ മോളെ വിളിച്ചേ? അല്ല, ആനന്ദന്റെ വിവാഹക്കാര്യം. അപ്പൊ അവർക്ക് സമ്മതമാണ്, എപ്പൊ വേണല്ലോ അങ്ങോട്ട് കാണാൻ ചെല്ലാൻ പറഞ്ഞു പറയാ. ഇത് കേട്ടൻ ഗോമതി പറഞ്ഞു, എന്റെ ഗുരുവായൂരപ്പ നീ കാത്തെന്ന് പറയണ. പിന്നീട് ബാലനോട് പറഞ്ഞു, ബാലേട്ട എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പോണെന്ന് പറയാം. ഈ സമയം ആനന്ദ് അങ്ങോട്ട് വന്നേ. ആനന്ദിനോട് ബാലൻ പറഞ്ഞു, എടാ മോനെ, നിനക്കൊരു ആലോചന വന്നിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, അച്ഛാ എനിക്കിപ്പൊ എന്താണ് കല്യാണം ഒന്നും വേണ്ടെന്ന് പറയാം. പെട്ടെന്ന് ഗോമതി പറഞ്ഞു,
പിന്നെ നീ എന്താ വല്ല സന്യസിക്കാനും പോവാണോ? അതല്ലമ്മേ, എനിക്കിപ്പോ വിവാഹം വേണ്ടെന്ന് പറയാം. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, എടാ മോനെ, നീ ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ നിന്റെ 2 അനിയന്മാരും, അവര് നിന്നെ ഓവർടേക്ക് ചെയ്തു. പക്ഷേങ്കില് നീ ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. നീ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണമെന്ന് പറയാം. പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു, വേണ്ടമ്മേ, എനിക്കിപ്പോ വിവാഹം വേണ്ട. കാരണം അവൻ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാന്ന് നന്നായിട്ടറിയാം. ഒരു പക്ഷേങ്കിൽ അവന് വരുന്ന എല്ലാ കല്യാണവും മുടങ്ങിപ്പോയല്ലേ, ഇനിയും വെറുതെ എന്തിനാ പോയൊരു പെൺവീടുകൂടെ കാണുന്നേ? ആ ഒരു ചിന്ത വെച്ചാണ് അവൻ അങ്ങനെ പറഞ്ഞത്. പെട്ടെന്ന് ബാലൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ കല്യാണം എനിക്ക് എത്രയും പെട്ടെന്ന് നടത്തണം. നിന്റെ കല്യാണം നടത്തിയില്ലെങ്കിൽ ദേ പിന്നെ ഈ ബാലൻ ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് പറയണം. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, അച്ഛൻ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുക. മോനെ, എനിക്ക് വയസ്സും പ്രായമായൊരു നിനക്കറിയാലോ, എനിക്ക് നിന്റെ കല്യാണം കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, വേണ്ടച്ചാ, എനിക്കിപ്പോ വിവാഹം വേണ്ട എന്ന് പറയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് നിന്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? അതോ ഇനിയിപ്പം നിന്റെ മാമനെപ്പോൾ നിനക്ക് ഇവിടെ നിൽക്കാനാണ് ആഗ്രഹം എന്ന് ചോദിക്കാം. പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു, അല്ല അച്ഛൻ, ഞാൻ പിന്നെ ഒന്നും പറയണ്ട. നാളെ രാവിലെ അതെ പെൺവീട് കാണാൻ പോയി റെഡി ആയിക്കണം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം ഗോമതി പറഞ്ഞു, അച്ഛൻ പറഞ്ഞു കേട്ടില്ല മോനെ, നീ സമ്മതിക്കുക. നീ എന്തിനാ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല കൂട്ടരാ. അത് മാത്രല്ല മീനാക്ഷിക്ക് ശരിക്കും അറിയാവുന്ന, മീനാക്ഷിയുടെ കൂട്ടുകാരി ചേച്ചിയുടെ മോളല്ലേ. അപ്പൊ എന്താണെങ്കിലും നല്ല കുട്ടിയാണ്. അത് മാത്രമല്ല എല്ലാം കൊണ്ട് നിനക്ക് ചേരുന്ന ബന്ധമായിരിക്കും. അതുകൊണ്ട് നീ അങ്ങോട്ട് സമ്മതിക്കാൻ പറയാം. ഇത് കേട്ട ആനന്ദ പറഞ്ഞു, ഇനിയിപ്പം എല്ലാവരും കൂടെ പറഞ്ഞോണ്ട് ഞാൻ സമ്മതിക്കാം എന്ന് പറയണം. ഇത് കേട്ടതും ഗോമതിക്ക് സന്തോഷമായി. ഈ സമയം ബാലിനൊരു കാര്യം പറഞ്ഞു, നാളെ ആരൊക്കെയാ പോകുന്നതെന്ന് തീരുമാനിച്ചു എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, അതിനെന്താ, നമുക്ക് എല്ലാവർക്കും കൂടെ പോയേക്കാം. എല്ലാവർക്കും കൂടെ അങ്ങനെ പോണ്ട. കാരണം എല്ലാവരും കൂടെ പോയാൽ ശരിയാവത്തില്ല. ആര്യനിവിടെ ഇരിക്കട്ടെ എന്ന് പറയാണ്. അതെന്താ ആര്യനെ കൊണ്ടായാലും? അല്ല, ആര്യനെ മിത്രനെ കൊണ്ടാണ്ട കാര്യമില്ല, ബാക്കി എല്ലാവർക്കും കൂടെ പോയേക്കാം എന്ന് പറയാം. ഗോമതി അതെന്താ ബാലട്ട അങ്ങനെ പറഞ്ഞ? അവരുടെ കല്യാണം ഈയിടെ കഴിഞ്ഞല്ലോ, അവര് വന്നാൽ എന്താ കുഴപ്പം? കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാലും അങ്ങനെ ഇവിടെ വെച്ച് നമ്മൾ താലികെട്ടം നടത്തിയിട്ടില്ല. ഗുരുവായൂർ വെച്ച് അവർ സ്വന്തമായിട്ട് താലികെട്ടി നടത്തിയതല്ലേ ഉള്ളൂ. ഗുരുവായൂരിലല്ല, ഏതോ ക്ഷേത്രത്തിൽ വെച്ച് അവർ സ്വന്തമായിട്ട് താലികെട്ടി നടത്തിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ അവരെ കൊണ്ട് ഒരിടത്തും പോകണ്ടെന്ന് പറയാം. ഇത്രയും പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് പോവാണ്. ഗോമതിക്ക് വല്ലാത്ത വിഷമായിപ്പോയി. ഇനിയിപ്പം ഗോമതി ഓർത്തു, ഇനിയിപ്പോ എന്താ പറയാ, ചിലപ്പോൾ ആരിന് സങ്കടമാവും ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചിലപ്പോൾ ആരിനും ആഗ്രഹം കാണുമായിരിക്കും പോരാനായിട്ട്. പിന്നീട് ഗോമതി അങ്ങോട്ട് കയറി പോകുമ്പോൾ ആര്യനും ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, ഓഹോ, അപ്പൊ അതല്ലേ, അപ്പൊ എന്നെ കൊണ്ടുപോകാനായിട്ട് അച്ഛന് താല്പര്യമില്ലല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടോ ഗോമതിയുടെ, ഞെടാ മോനെ, എനിക്കറിയാം എന്താ കാര്യം എന്നൊക്കെ, ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് പറയാം. അല്ലട മോനെ, അത് പിന്നെ അതൊന്നും കുഴപ്പമില്ലമ്മേ, ആനന്ദന്റെ കല്യാണം നടന്നാൽ മാത്രം മതി. ഇനിയിപ്പം ഞാനും ഇത്രയും കൂടെ ഒന്നും ശരിയാവത്തില്ല. ഇനിയിപ്പം ഞങ്ങളോട് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവർക്ക് തോന്നുക ചിലപ്പോൾ ഈ കല്യാണം വേണ്ടെന്നെങ്ങാനും തോന്നിയാലോ. അതുകൊണ്ട് ഇനിയിപ്പം ഞങ്ങൾ വരുന്നില്ല എന്ന് പറയാം. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകണ്ട. ഞങ്ങൾ ഓടിച്ചോടിപ്പോയി കല്യാണം കഴിച്ചാന്നൊക്കെ അറിഞ്ഞ് അവർക്ക് നാണക്കേടായെങ്കിലോ, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല എന്ന് പറയാം. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, അതിന്റെ കാര്യമൊന്നുമില്ലടാ, എല്ലാ കാര്യങ്ങളും ഞാൻ വീണേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. വീണേച്ചിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറയാം. പെട്ടെന്ന് കോമതി പറഞ്ഞു, അച്ഛൻ പറഞ്ഞല്ലേ, അതുകൊണ്ട് ഇനിയിപ്പം ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയാം. അത് മാത്രമല്ല, നാളെ മിത്രയ്ക്ക് ക്ലാസ്സിൽ പോകണമല്ലോ, മിത്ര പോവുകയും ചെയ്യുമല്ലോ. അപ്പൊ ഇനി നമുക്ക് മാത്രം പോയാൽ മതി, അല്ലാതെ ആരിനെ മാത്രമായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന അത് മോശമല്ലേ എന്ന് ചോദിക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും പോകാനായിട്ട് റെഡിയാവണം. അങ്ങനെ പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങിയ സമയത്ത് ആരിന് വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. പോവാത്തതിൻ്റെതായ ഒരു വിഷമമുണ്ട്. പക്ഷെ ആരിന് അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കുന്നില്ല. പിന്നീട് ആനന്ദിന്റെ എല്ലാവരും കൂടെ കൂട്ടി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, വീട് എവിടെയാന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും കൂടി ചെല്ലുകയാണ്. അവരങ്ങ് ചെന്ന് കഴിഞ്ഞപ്പം വീണേച്ചി അവരുടെ ഭർത്താവ് വന്ന് സ്വീകരിക്കുകയാണ്. വന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ. ഈ സമയമാണ് അലോക് അതിലൂടെ പോയത്. അലോക് കണ്ടു അവരെല്ലാരും കൂടെ അങ്ങോട്ട് കയറിപ്പോന്നെ. പെട്ടെന്ന് അലോകിന് മനസ്സിലായി, ഇതൊരു എന്തോ ഒരു പെണ്ണുകാണ ചടങ്ങാണല്ലോ നടക്കാൻ പോകുന്നത്. കാരണം ഇവരെല്ലാരും കൂടി ഇങ്ങോട്ട് വരണമെങ്കിൽ അതായിരിക്കും കാരണം. അങ്ങനെയാണെങ്കിൽ കല്യാണം നടത്തിയത് തന്നെ തന്റെ കല്യാണം മുടക്കിയിട്ട് ഒരുത്തനും ഇവിടെ സുഖമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കാൻ പോകുന്നില്ല. എന്ത് ചെയ്യണം തനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് അലോക് എന്ത് ചെയ്യണം, നേരെ വീട്ടിലേക്ക് വണ്ടി വിടുവാണ്. അങ്ങനെ ഓടിച്ചത് വണ്ടി നിർത്തിയിട്ട് അച്ഛാന്ന് വിളിച്ച് അങ്ങോട്ട് കയറി ചെല്ലുന്നേ. ഈ സമയം അച്യുതൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്താടാ മോനെ, എന്താ കാര്യം? അച്ഛാ, അപ്പുറത്തെ ആനന്ദുണ്ടല്ലോ, അവന്റെ കല്യാണമാണെന്ന് തോന്നിയെന്ന് പറയണം. എന്താടാ മോനെ അങ്ങനെ പറഞ്ഞേ? ഇതേ പെൺവീട് കാണാൻ പോയതാന്ന് തോന്നേ. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടുത്തെ ആ വീണാച്ചിയുടെ പേര് പറയണ. അപ്പൊ അവിടുത്തെ ആ മാഡമില്ലേ രജിസ്റ്റർ ഓഫീസ് ജോലി ചെയ്യുന്നേ, അപ്പൊ അവരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി പോകുന്ന കണ്ടു. ദേ അപ്പുറത്തെ ബാലനും ഉണ്ട്, ദേ അച്ഛൻ്റെ പെങ്ങളും ഉണ്ട്, അവരെല്ലാരും കൂടെ ഉണ്ട്. എല്ലാരും കൂടെ കയറി പോകുന്നുണ്ടോ. പിന്നെ അവിടുത്തെ മരുമോള് അവിടെയാണല്ലോ ജോലി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ആ കെയർ ഓഫിൽ വന്ന ബന്ധമാണെന്ന് തോന്നേ.
അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം എങ്ങനെയും മുടക്കിയേ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടത് അച്യുതൻ പറഞ്ഞു അവന്റെ കല്യാണം നടക്കാനാ ആനന്ദിന്റെ, നടന്നാൽ തന്നെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലടാ. കാരണം ഇവിടുത്തെ 2 കല്യാണം മുടങ്ങിയിരിക്കുന്നത്. അത് മാത്രമല്ല മിത്രമോളെ അവൻ അടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത ആര്യൻ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കാരണവശാലും പന്ത് ഉയരാൻ പോകുന്നില്ല, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ കല്യാണത്തിന്റെ ആലോചന നടക്കട്ടെ, എല്ലാം അങ്ങോട്ട് മുറുകട്ടെ. അവസാനം ആ വിവാഹത്തിന്റെ തലേ രാത്രി വേണം നമുക്ക് പണി കൊടുക്കാനായിട്ട്. അതുവരെ അവരങ്ങനെ സന്തോഷിക്കട്ടെ. വിവാഹം മുടങ്ങിപ്പോയാലുള്ള ആ ഒരു വിഷമം എന്താന്ന് അവരും മനസ്സിലാക്കണം എന്നും അച്യുതൻ പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശിക്ക് മനസ്സിലായി ഇവര് തന്ത്രങ്ങൾ എന്തെങ്കിലും ഒപ്പിക്കുന്നുള്ള. എത്രയും പെട്ടെന്ന് ഇത് ഗോമതിയോട് ആരുടെയും പറയണമെന്ന് തന്നെ മുത്തശ്ശി തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ മിക്കവാറും ഈ കല്യാണം കൂടെ മുടങ്ങുന്നു മുത്തശ്ശിക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.